അതുപോലെ ലോകം മുഴുവൻ ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ശൃംഖലയിൽ കുടുക്കി നമ്മൾ ലോകത്തെ ചെറുതാക്കി ഒരു ആഗോള ഗ്രാമം ഉണ്ടാക്കിയവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. ചിലപ്പോൾ അതിൻ്റെ ദുരന്തഫലം ഒരുപാട് സാധ്യതകൾ ഇൻ്റർനെറ്റ് നമുക്ക് മുന്നിൽ തുറന്നു വിടുന്നുണ്ട്. കാരണം ഈ ലോകത്തെ വളരെ വളരെ ചെറുതാക്കാനും ചെറിയൊരു ഗ്രാമം പോലെ പരസ്പരം നമുക്ക് ബന്ധപ്പെടാനും ഒക്കെ കഴിഞ്ഞത് ഇൻ്റർനെറ്റിൻ്റെ ഈ മഹത്തായ കണ്ണി ഉപയോഗിച്ചാണ്. എന്നാൽ അതേ ഇൻ്റർനെറ്റ് ശാസ്ത്രീയമായ നേട്ടങ്ങൾക്ക് കുറുകെ കയറി നിൽക്കുന്നതും അപൂർവമല്ല. ഇന്ന് അങ്ങനെ ഒരു സംഭവമായിരുന്നു. മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് സേവനങ്ങളിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ലോകം മുഴുവൻ ഇന്ന് പണി ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യം. എയർലൈൻസുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു. സ്കൈ ന്യൂസ് പോലുള്ള പാശ്ചാത്യ ടെലിവിഷൻ മാധ്യമത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ വാർത്താ സംപ്രേഷണം അവർ നിർത്തിവെക്കേണ്ടി വന്നു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനം പോലും ഇന്ന് നിലച്ചുപോയി. അക്ഷരാർത്ഥത്തിൽ വ്യാപാര രംഗം നടുങ്ങിപ്പോയ ഒരു ദിവസമായിരുന്നു ഇന്ന്. പറയുമ്പോൾ നമ്മുടെ ക്ലൗഡ് സേവനങ്ങൾ പണിമുടക്കി എന്നാണ് പറയുക. പക്ഷേ അതിൻ്റെ ദുരന്തഫലം വളരെ കൂടുതലായിരുന്നു. ആഗോള സൈബർ സുരക്ഷാ സ്ഥാപനമായ ക്രൗഡ് സ്ട്രൈക്കിലെ തകരാറാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ബ്രിട്ടീഷ് ന്യൂസ് ചാനലായ സ്കൈ ന്യൂസിന്റെ സംപ്രേഷണം നിലച്ചു. അമേരിക്കയിലെ എമർജൻസി സേവനങ്ങളും തടസ്സപ്പെട്ടു. ബ്രിട്ടനിൽ ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. സൂപ്പർമാർക്കറ്റുകളുടെ പ്രവർത്തനവും നിലച്ചു. ബെർലിൻ, ആംസ്റ്റർഡാം വിമാനത്താവളങ്ങളിൽ സർവീസ് നിർത്തി. അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ സ്ഥിതി രൂക്ഷമാണ്. ഇന്ത്യയിൽ വിമാന കമ്പനികളിൽ ഭൂരിഭാഗവും ഓൺലൈൻ ബുക്കിംഗ്, ചെക്ക് ഇൻ എന്നിവ നിർത്തിവെച്ചു. സ്പൈസ് ജെറ്റ്, ആകാശ, ഇൻഡിഗോ തുടങ്ങിയ കമ്പനികളാണ് ഓൺലൈൻ ബുക്കിംഗ് നിർത്തിയത്. മാനുവൽ ചെക്ക് ഇൻ, ബോർഡിംഗ് പ്രക്രിയകളുണ്ടാകും. മൈക്രോസോഫ്റ്റ് അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടറുകൾ തനിയെ റീസ്റ്റാർട്ടാകുകയും ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് കാണിക്കുകയും ചെയ്തു. 24 ഡൽഹി. ഏതെങ്കിലും കുരുത്തം കെട്ടൊരു ഹാക്കറിൻ്റെ പണിയാണോ ഇത് എന്നൊക്കെ സംശയിക്കാം. കാരണം ഇതിലൊക്കെ ചെന്ന് കയറാൻ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഏതെങ്കിലും നെറ്റിൽ കണക്ട് ചെയ്ത ഒരു സാധനത്തിൽ കയറിയാലും ഇന്ന് ലോകത്തെ പല സാധനങ്ങളും പിടിച്ച് കുലുക്കാൻ പറ്റും. ആൻറ്റിവൈറസൊക്കെ ലോഡ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ ഹാക്കർമാർ കടന്നു കയറുന്ന കാലമാണ്. 24ൻ്റെ വാർത്താ ചാനലിലേക്കും കടന്നു കയറാൻ ശ്രമം നടത്തിയിരുന്നു ഒരിക്കൽ. അത് ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്കൊരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ കണ്ണൂരിലെ അയ്യങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. കച്ചേരിക്കടവ് പാറക്കാമലയിൽ ആൾതാമസമില്ലാത്ത പറമ്പിലാണ് ഇന്ന് മണ്ണിടിഞ്ഞു വീണത്. അല്പം കുഴപ്പമുള്ള സാഹചര്യമായിരുന്നു അവിടെ നിലനിന്നത്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരും. ഇടവേള കഴിഞ്ഞു വരും. ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയായി.